ഗുഡ് മോർണിംഗ്. ഇൻട്രപ്റ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രപ്റ്റ്സ് എന്താണ്, ഇൻട്രപ്റ്റ്സിൻ്റെ എക്സിക്യൂഷൻ സ്റ്റെപ്സ് എന്താണ്, അതുപോലെ തന്നെ എനാബിളിംഗ് ആൻഡ് ഡിസേബിളിംഗ് ഇൻട്രപ്റ്റ്സ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. മൾട്ടിപ്പിൾ ഡിവൈസസ് ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതാണ് അടുത്ത കേസിൽ പറയുന്നത്. ഓക്കെ, let us now consider the situation where a number of devices capable of initiating interrupts are connected to the processor. Because these devices are operationally independent, there is no definite order in which they will generate interrupts. For example, device X may request an interrupt while an interrupt caused by device Y is being serviced, or several devices may request interrupts at exactly the same time. In this situation, this given rise a number of questions. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് IO ഡിവൈസസ് ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളൊരു എക്സ് എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് സപ്പോസ് നമ്മളൊരു വൈ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എക്സ് ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ് ആൻഡ് വൈ സിമിലർ സെയിം ടൈമിൽ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ സം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹൗ ക്യാൻ ദ പ്രൊസസ്സർ ഡിറ്റർമൈൻ വിച്ച് ഡിവൈസ് ഈസ് റിക്വസ്റ്റിംഗ് ആൻ ഇൻട്രപ്റ്റ്? എങ്ങനെയാണ് പ്രൊസസ്സറിന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഏത് ഡിവൈസാണ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നത്. അതുപോലെ തന്നെ ഹൗ ഡസ് ദ പ്രൊസസ്സർ നോ വിച്ച് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ നീഡ് ടു ബി എക്സിക്യൂട്ടഡ്? അപ്പോൾ എക്സും വൈയും ഒരേ ടൈമിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ റുട്ടീനാണോ വൈൻ്റെ റുട്ടീനാണോ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് പ്രൊസസ്സറിന് മനസ്സിലാവാം. അതുപോലെ തന്നെ when the processor is executing an interrupt service routine for one device, can another device interrupt the പ്രൊസസ്സർ? അതായത് ഒരു ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഡിവൈസിന് ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അതുപോലെ തന്നെ ഇഫ് ടു ഇൻട്രപ്റ്റ്സ് റിക്വസ്റ്റ് ആർ റിസീവ്ഡ് സൈമൾട്ടേനിയസ്ലി ദെൻ ഹൗ ടു ബ്രേക്ക് ദെയർ ടൈം? അതായത് അറ്റ് സിമിലർ ടൈമിൽ രണ്ട് ഇൻട്രപ്റ്റ്സ് വരുന്നു. അങ്ങനെയാകുമ്പം ടൈ ബ്രേക്ക് ചെയ്യണം, രണ്ടും ഒരേ ടൈമിലാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഏതിന് ഹാൻഡിൽ ചെയ്യണമെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യും. മീൻസ് ജനറേറ്റ് ചെയ്യലല്ല, നമ്മളെ മൈൻഡിൽ ഇങ്ങനെ റൈസ് ചെയ്യുന്നതാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റി കുറേ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യും. The means by which these issues are handled vary from one computer to another. ഓരോ കമ്പ്യൂട്ടറിലും ഓരോ പോലെയായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് the approach taken in an important consideration in determining the computer's suitability for a given application. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അപ്രോച്ച്, നമ്മളിപ്പോൾ ഏത് അപ്രോച്ചാണ് ചൂസ് ചെയ്യുന്നത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു നമ്മുടെ ഡിവൈസ് എങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിവൈസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം സപ്പോസ് നമ്മൾ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഇൻട്രപ്റ്റ്സ് വരുന്ന ഒരു കേസിൽ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ആ അപ്രോച്ച് വെച്ചിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഹെവി വർക്ക് ലോഡ് വരുന്ന കേസിലൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നമുക്കിപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന അപ്രോച്ച് നമ്മളെല്ലാ ഇൻട്രപ്റ്റിനെയും സൈമിൾട്ടേനിയസ് വരുന്നതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഹെവി വർക്ക് ലോഡ് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ സിസ്റ്റത്തെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന അപ്രോച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ സിസ്റ്റം എവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. When an interrupt request is received, it is necessary to identify the particular device that received the request. അതായത് ദാറ്റ് റേസ്ഡ് ദ റിക്വസ്റ്റ്. അതായത് നമ്മളൊരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏത് ഡിവൈസാണ് ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ഏതാണ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഫർദർമോർ, ഇഫ് ടു ഡിവൈസസ് റേസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അറ്റ് ദ സെയിം ടൈം, it must be possible to break the tie and select one of the two requests of service. When the interrupt service routine for the selected device has been completed, the second request can be serviced. അതായത് അറ്റ് എ ടൈം രണ്ട് റിക്വസ്റ്റ് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ടൈ ബ്രേക്ക് ചെയ്യണം, ഏതാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഫസ്റ്റ് ആ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യണം.
അതിൻ്റെ നെക്സ്റ്റ് തന്നെ നമ്മൾ ടൈ ആയിരിക്കുന്ന മറ്റേ റിക്വസ്റ്റ് ഉണ്ടാവും. ആ നെക്സ്റ്റ് റിക്വസ്റ്റും കൂടി നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റണം. The information needed to determine whether a device is requesting an interrupt is available in its status register. When the device raises an interrupt request, it sets 1 a bit in its status register, which we will call the IRQ bit. അതായത് നമ്മളൊരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു IRQ ബിറ്റ് എന്ന് പറഞ്ഞൊരു ബിറ്റ് ഉണ്ട്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റാണ്. അപ്പോൾ സപ്പോസ് നമ്മളൊരു ഡിവൈസ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസിൻ്റെ IRQ ബിറ്റ്, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഡിവൈസസിൻ്റെ IRQ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസ് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The simplest way to identify the interrupting device is to have the interrupt service routine poll all IO devices in the system. The first device encountered with the IRQ bit set to 1 is a device that should service an appropriate subroutine is called an appropriate subroutine is then called to provide the requested service. അതായത് നമ്മൾ IRQ ബിറ്റിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ ഒരു നമ്മുടെ പ്രൊസസ്സർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ IO ഡിവൈസസിനെയും പോൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ട്രാവേഴ്സ് ചെയ്യും. അതിൻ്റെ എല്ലാ ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യും. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതിൻ്റെയെങ്കിലും IRQ ബിറ്റ്, അതായത് നമ്മളിപ്പം ഒരു പ്രയോറിറ്റി ബേസ്ഡിൽ അങ്ങനെ ഏതെങ്കിലും ഓർഡറിലായിരിക്കും പോൾ ചെയ്യുന്നത്. ആ പോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സീൻ ചെയ്യുന്ന IRQ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഡിവൈസ് ഏതാണെന്ന് നോക്കും. ആ ഡിവൈസിൻ്റെ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത് സോർട്ട് ഓഫ് സബ് റൂട്ടീൻ ആയിരിക്കും എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സബ് റൂട്ടീൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അഗെയിൻ അവരെന്ത് ചെയ്യും, പോൾ ചെയ്യും ഏതെങ്കിലും ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ IRQ ബിറ്റിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. The polling scheme is an easy implement. Its main disadvantage is the time spent interrogating IRQ bits of device that may not be requesting any service. An alternative approach is to use vectored interrupts, which is an interrupt with a specific location. അപ്പോൾ അതായത് നമ്മൾ പോളിംഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താ ഓരോ ടൈമിൽ നമ്മൾ പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഓരോ ടൈമിൽ നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് ടൈം ഡ്യൂറേഷൻ എടുക്കുന്നൊരു കൺസെപ്റ്റാണ്. അതായത് ഓരോ പ്രാവശ്യം നമ്മൾ ഈ പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കുറച്ചും കൂടി എടുക്കുന്ന കേസാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞൊരു കേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റിനൊരു കറസ്പോണ്ടിങ് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ ഉണ്ടാവും, ഇന്ന് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. The interrupts should be disabled during the execution of an interrupt service routine to ensure that a request from one device will not cause more than one interruption. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസിനെ ഡിസേബിൾ ചെയ്തിടും. അതായത് അതേ ഡിവൈസിൽ നിന്ന് ഇപ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഡിവൈസിൽ നിന്ന് തന്നെ വീണ്ടും ഇൻട്രപ്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിവൈസിനെ ഡിസേബിൾ ചെയ്ത് വെക്കും. പിന്നെ ഫർദർ ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. The same arrangement is often used when several devices are involved, in which case execution of a given interrupt service routine, once started, always continues to completion before the processor accepts an interrupt request from a second device. Interrupt service routines are typically short and the delay they may cause is acceptable for the most simple devices. അതായത് നമ്മളിപ്പോൾ ഒരു ഡിവൈസിൻ്റെ അകത്ത് നിന്ന് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സർവീസ് റുട്ടീൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് വേറെ ഒരു ഡിവൈസിൽ നിന്നും ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് നമ്മൾ രണ്ട് റിക്വസ്റ്റ് ഒരേ ടൈമിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേസ് വരുന്നില്ല. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരു റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോസിബിലിറ്റീസ് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ അങ്ങനെ അത് എന്ന് പറയുന്നത് ചെറിയ ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിലേ നമ്മുടെ ഡിവൈസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും, ഏതൊരു ഡിവൈസ് ആയാലും. ഓക്കെ, ഫോർ സം ഡിവൈസസ് ഹവർ എ ലോങ് ഡിലേ is in responding to an interrupt request may lead to erroneous operation. അതായത് ലോങ് ഡിലേസ് വരുന്ന കേസിൽ നമ്മളിപ്പോൾ ചെറിയ ഡിലേ ആണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം ഇനി ലോങ് ഡിലേസ് വരുന്ന കേസിൽ എറേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല സിസ്റ്റം എന്നുള്ള രീതിയിലുള്ള എറേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, ഡിവൈസസ് റിക്വസ്റ്റ് മീൻസ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് പിന്നെയും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വെയിറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കില്ല. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന് റിക്വസ്റ്റ് വരുന്ന കേസിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്നിക്കാണ് പ്രയോറിറ്റി ലെവൽ. നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. IO ഡിവൈസ് ആർ ഓർഗനൈസ്ഡ് ഇൻ എ പ്രയോറിറ്റി സ്ട്രക്ചർ. An interrupt request from a high priority device is accepted while the processor is executing the interrupt service routine of a low priority device. അതായത് നമ്മൾ ഡിവൈസസിന് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ പ്രിൻ്ററിന് ഹൈ പ്രയോറിറ്റി, കീബോർഡിന് ലോ പ്രയോറിറ്റി, അങ്ങനെ ഓരോ പ്രയോറിറ്റി 1 2 3 എന്നുള്ള ഓർഡറിൽ അങ്ങനെയെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലോ പ്രയോറിറ്റി ഉള്ള ഒരു ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈ പ്രയോറിറ്റി ഡിവൈസിൻ്റെ റിക്വസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ പ്രയോറിറ്റീനെ അവിടെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് ഹൈ പ്രയോറിറ്റീനെ എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ള സമയത്ത് ഒരു ലോ പ്രയോറിറ്റി ആണ് വരുന്നതെങ്കിൽ ലോ പ്രയോറിറ്റിനെ കുറച്ച് സമയത്തേക്ക് അവിടെ സസ്പെൻഡ് ചെയ്യുക. ഹൈ പ്രയോറിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലോ പ്രയോറിറ്റീനെ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രയോറിറ്റി വൈസ് വെച്ചിട്ട്. A multiple level priority organization means that during execution of an interrupt service routine, interrupt request will be accepted from some devices but not from others, depending upon the device priority. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. To implement this scheme, we can assign priority level to the processor that can be changed under program control. The priority level of the processor is the priority of the program that is currently being executed. The processor accepts interrupts only from the devices that have priorities higher than its own. At the time that execution of an interrupt service routine for some devices is started, the priority of the processor is raised to that of the device either automatically or with special instructions. This action disables the interrupts from devices that have the same or lower level priority. However, interrupt requests from higher priority devices will continue to be accepted. The processor's priority can be encoded in a few bits of processor status register. While this scheme is used in some processors, we will use simpler scheme in later. അപ്പോൾ നമ്മൾ പ്രയോറിറ്റീൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡിവൈസിൻ്റെ അകത്ത് നിന്ന് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിവൈസിൻ്റെ പ്രയോറിറ്റി എന്താണോ ആ പ്രയോറിറ്റി ആയിരിക്കും നമ്മളുടെ പ്രൊസസ്സറിൻ്റെ കറണ്ട് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിവൈസിൻ്റെ പ്രയോറിറ്റി പ്രൊസസ്സറിൻ്റെ പ്രയോറിറ്റിയായി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സം ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഡിവൈസിൻ്റെ പ്രയോറിറ്റി പ്രൊസസ്സറിൻ്റെ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഡിവൈസസ് ഈ ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രൊസസ്സറിൻ്റെ കറണ്ട് പ്രയോറിറ്റിയും ഈ ഡിവൈസിൻ്റെ പ്രയോറിറ്റിയും തമ്മിലാണ് കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ പ്രൊസസ്സറിൻ്റെ പ്രയോറിറ്റി ആണ് കൂടുതലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യണ്ട, ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സ്വീകരിക്കേണ്ട, സസ്പെൻഡ് ചെയ്യാം കുറച്ച് സമയത്തേക്ക്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രൊസസ്സറിൻ്റെ പ്രയോറിറ്റി നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പ്രയോറിറ്റിനേക്കാളും കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇൻട്രപ്റ്റിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഹൈ പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റ് ഏതാണോ ആ ഇൻട്രപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡിവൈസിൻ്റെ കറണ്ട് പ്രയോറിറ്റി എന്താണോ അതായിരിക്കും പ്രൊസസ്സറിൻ്റെ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ഷനാണ് പ്രയോറിറ്റി വൈസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഇൻട്രപ്റ്റിനെ കോൾ ചെയ്തതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഇൻട്രപ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അതോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
സ്റ്റോപ്പ് ചെയ്തതിനെ വീണ്ടും എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും എന്താ നടക്കുന്നത്? ഒരു ഇൻറ്ററപ്റ്റ് നെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടി റിവൈസ് ചെയ്ത് കേൾക്കുക കേട്ടോ.